അഭിവന്യ അധ്യക്ഷൻ അലീസാർ കുന്നത്ത് അവർകൾ നമ്മുടെ ഈ ചടങ്ങ് അല്പം മുമ്പ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിച്ച ആദരണീയനായ അസീസാർ എർബാദ് അവർകൾ ഇന്നത്തെ ഈ ചടങ്ങിന്റെ മുഖ്യ അതിഥി നല്ലൊരു കലാകാരനും വളർന്നു വരുന്ന നക്ഷത്രവുമായ സാബു കൃഷ്ണ സർ, സ്വാഗത പ്രഭാഷകൻ ബഹുമാനപ്പെട്ട വെല്ലപ്പൻ സാർ പുലാമന്തോൾ, വേദിയിലും സദസ്സിലും ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ, ഈ കടുത്ത ചൂടിനെ പോലും വകവെക്കാതെ ഇവിടേക്ക് വന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, എല്ലാവർക്കും എൻ്റെ സാദര നമസ്കാരം. പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് കൂട്ടായ്മ സംഘടിപ്പിച്ച പരിപാടിയിലാണ് നാം എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ഞാൻ പങ്കെടുക്കുന്ന 4ാമത്തെ ഒരു സംഗമമാണ് ഈ ഒരു ചടങ്ങ്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഓരോ പരിപാടിയിലും പങ്കെടുക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളാണ്. കാരണം നല്ലൊരു പ്രഭാഷകനാവുക, ഒരുപാട് അവസരങ്ങൾ ലഭിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒക്കെ ഏറ്റവും വലിയ ആഗ്രഹം. നേരത്തെ നമ്മുടെ പ്രിയപ്പെട്ട ഷറഫുദ്ദീൻ സാർ വാക്കുകളുടെ ഒരു കടൽ സൃഷ്ടിച്ചുകൊണ്ട് കടന്നുപോയി. അദ്ദേഹത്തിനുണ്ടായ മാറ്റം എന്നുള്ളത് വിസ്മയാവഹമായ ഒരു മാറ്റമാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഭാഷ പൂത്തു, വികാരം തളിർത്തു, ഭാവനകൾക്ക് പുളകം കിളിർത്തു എന്നാണ് എനിക്ക് തോന്നിയത്. ഇത് ഈ ചങ്ങമ്പുഴ കവിതകളെ കുറിച്ച് നിർവചിക്കുന്ന ഒരു വാക്യമാണ്. ഭാഷ പൂത്തു, വികാരം തളിർത്തു, ഭാവനകൾക്ക് പുളകം തളിർത്തു എന്നുള്ളത്. ഇത് ഏറ്റവും സ്യൂട്ടബിളായി തോന്നുന്നത് പ്രസംഗത്തെ കുറിച്ചാണ്. നമ്മുടെ പ്രസംഗവും അത്തരത്തിലുള്ളതാവണം എന്നാണ്. അപ്പോൾ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിലുള്ള എൻ്റെ സന്തോഷം ഈ പബ്ലിക് സ്പീച്ച് കൂട്ടായ്മയിലെ ഓരോ അംഗത്തെയും ഞാൻ അറിയിക്കുകയാണ്. ഇവിടെ ഞാൻ തിരഞ്ഞെടുത്ത വിഷയം എന്നുള്ളത് ദ ആർട്ട് ഓഫ് പാരന്റിങ് എന്നുള്ള ഒരു വിഷയമാണ്. നമ്മുടെ ഈ ഒരു കൂട്ടായ്മയിൽ, ഈ ഗ്രൂപ്പിൽ ഓരോ ആളും ഓരോ വിഷയം തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വലിയ ആളെ പോലെ ഒന്നാമതായിട്ട് പറഞ്ഞു ആർട്ട് ഓഫ് പാരന്റിങ് എന്നുള്ളത്. പക്ഷേ നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവർക്കും അറിയാം, ഒരുപാട് തിരക്കുകളിൽ കൂടിയായിരുന്നു ഞാൻ കടന്നുപോയത്. എൻ്റെ ഭാര്യയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് കുറേ ദിവസം ഹോസ്പിറ്റലായി. അതിനുശേഷമുള്ള പേരിടൽ ചടങ്ങ്, അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് തിരക്കുകളിൽ കൂടി കടന്നുപോയി. അതുകൊണ്ട് തന്നെ ശരിയാവണ്ണം പ്രിപ്പയർ ചെയ്യാനോ ഒന്നും എനിക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ആർട്ട് ഓഫ് പാരന്റിങ് അത് വളരെ വിശാലമായ ഒരു കടൽ പോലെ അത്തരമുള്ള ഒരു വിഷയമാണ്. ആദ്യമായി നമുക്കെല്ലാവർക്കും നല്ല മാതാപിതാക്കളായി മാറുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. മക്കളെ അറിഞ്ഞുകൊണ്ട് പെരുമാറാൻ, അവരുമായി ഇടപെടാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ മക്കൾ എന്നുള്ളത് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന അതിഥികളാണ് നമ്മുടെ മക്കൾ. നമുക്കവരെ നല്ലതുപോലെ സ്വീകരിക്കണം. ഈ ലോകത്ത് ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട്. അതിൽ കുറെ നല്ല ആളുകളുണ്ട്, ചീത്ത ആളുകളുണ്ട്. സുഹൃതം ചെയ്തുകൊണ്ട് നന്നായി ജീവിക്കുന്ന ആളുകളുമുണ്ട്, അരുതായ്മകൾ ചെയ്തുകൊണ്ട് മോശം പ്രവൃത്തികളുമായി ജീവിക്കുന്ന ആളുകളുമുണ്ട്. ഇവരൊക്കെ ഓരോ അച്ഛനമ്മമാർക്കും ജനിച്ച മക്കളാണ്. ഇവരൊക്കെ ഓരോ അച്ഛനമ്മമാർക്കും ജനിച്ച മക്കളാണ്.
അപ്പോൾ മക്കളുടെ ജീവിതത്തിൽ അത് വിജയമാകട്ടെ പരാജയമാകട്ടെ അച്ഛനമ്മമാർക്ക് വലിയൊരു പങ്കുണ്ട്. നമുക്കറിയാം ഇന്നിന്റെ കാലഘട്ടം എന്നുള്ളത് അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുകയാണ്. നെല്ലും പതിരും തിരിച്ചറിയാനാവാത്ത ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾ അവരെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ കൊതിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ചുറ്റിലുമുണ്ട്. നമ്മുടെ മക്കൾ നമ്മുടെ വിലമതിക്കാനാവാത്ത സ്വത്തുക്കളാണ്. തെറ്റും ശരിയും ആലോചിച്ചുകൊണ്ട് തെറ്റേത് ശരിയേത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ മക്കൾ വളരണം. അവർക്ക് ഒരു വഴികാട്ടിയായി മാറുവാൻ നമുക്ക് സാധിക്കണം. നമുക്കറിയാം ഒരു ടാപ്പ് തുറന്നാൽ അതിൽ നിന്ന് ചെളി വെള്ളമാണ് വരുന്നതെങ്കിൽ അതിന്റെ ആ ടാപ്പ് പൊട്ടിച്ചിട്ട് യാതൊരു കാര്യമില്ല. അതിന്റെ ഉത്ഭവസ്ഥാനമായ ടാങ്ക് നമുക്ക് ആദ്യം വൃത്തിയാക്കണം. ഇങ്ങനെ ചില മാതാപിതാക്കളുണ്ട്. നമ്മുടെ മക്കൾ തെറ്റിന്റെ പാതയിലേക്ക് പോകുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ അവർ മക്കളെ പഴിചാരാറുണ്ട്. കുറ്റം മൊത്തം ഈ മക്കളുടെ മേത്തിടാറുണ്ട്. അവന്റെ കൂട്ടുകെട്ട് ശരിയില്ല, അവന് ഭയങ്കര വാശിയാണ് എന്നൊക്കെ മാതാപിതാക്കൾ പറയാറുണ്ട്. അവന്റെ മൊബൈലാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മക്കളുടെ മേത്ത് എല്ലാ കുറ്റങ്ങളും ഇടുന്ന മാതാപിതാക്കളുണ്ട്. ഇത് വിദ്യാഭ്യാസമുള്ള മാതാപിതാക്കളും ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യത്തിലും പരിശീലനം വേണം. മനുഷ്യർ എന്നത് ഇപ്പോൾ സ്വിമ്മിംഗ് ആണെങ്കിലും ഡ്രൈവിംഗ് ആണെങ്കിലും മനുഷ്യരൊക്കെ അത് പരിശീലിക്കുന്നവരാണ്. എന്നാൽ മൃഗങ്ങൾ അങ്ങനെയല്ല. അവർക്ക് ജന്മനാ ഇത്തരത്തിലുള്ള കഴിവുകളുണ്ട്. അതായത് ഒരു കാക്ക കൂട് കൂട്ടുന്നത് അതിനെ ആരും പഠിപ്പിച്ചിട്ടല്ല. അതുപോലെ ഒരു പോത്ത് ഒരു കുളത്തിൽ വീണാൽ അത് നീന്തി രക്ഷപ്പെടുന്നത് അതിനെ ആരും പഠിപ്പിച്ചിട്ടല്ല. അത് സ്വയം ജന്മന അതിന് കിട്ടുന്ന ഒരു കഴിവാണ്. പക്ഷെ മനുഷ്യരെല്ലാവരും എല്ലാ കാര്യങ്ങളും പഠിക്കുന്നവരാണ്. സ്വിമ്മിംഗ് ആണെങ്കിലും ഡ്രൈവിംഗ് ആണെങ്കിലും എല്ലാ കാര്യത്തിലും. അതുപോലെ തന്നെയാണ് പാരന്റിംഗ് എന്നുള്ളത്. ഈ കല നമുക്ക് പരിശീലിക്കണം. നമ്മുടെ മക്കളെ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഇനി ഗർഭകാലം എന്നുള്ളത് ഏറ്റവും ആസ്വാദകരമായി കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. താൻ ഗർഭിണിയാണ് എന്നതിൽ ഒരു സ്ത്രീ അഭിമാനിക്കണം. നല്ല നല്ല കാര്യങ്ങൾ ആ ഒരു സമയത്ത് ചെയ്യേണ്ടതാണ്. നല്ല പ്രവൃത്തികൾ ചെയ്യണം. അത്യാവശ്യം എക്സസൈസ് വ്യായാമങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാം. ഗാർഡനിങ്, അതുപോലെ വായന, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ഗർഭിണിയായ സ്ത്രീക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആദ്യത്തെ 2 വർഷക്കാലം മുലപ്പാൽ കൊടുക്കണമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ആദ്യത്തെ 6 മാസം അമ്മയുടെ അമ്മിഞ്ഞപ്പാൽ, അതായത് കൊളസ്ട്രോൾ എന്ന് പറയുന്ന ആ ഒരു മഞ്ഞ നിറത്തിലുള്ള ദ്രാവകം, അത് കുട്ടിക്ക് ഏറ്റവും ഉദാത്തമായ ഏറ്റവും നല്ല ഒരു മെഡിസിൻ ആണ് എന്നാണ് മെഡിക്കൽ സയൻസ് ഒക്കെ പറയുന്നത്. അതുപോലെ വളർന്നു വരുന്ന കുട്ടികൾക്ക് അവർക്ക് ആരോഗ്യകരമായ ഭക്ഷണം നൽകണം. ഒരിക്കലും ഫാസ്റ്റ് ഫുഡ് കൊടുക്കാൻ പാടില്ല. മുട്ട, പഴം, പാൽ, മാംസം എന്നിവയൊക്കെ കുട്ടികൾക്ക് നൽകേണ്ടതാണ്. ബ്രേക്ക്ഫാസ്റ്റ് കൃത്യമായിട്ട് നമ്മൾ നൽകേണ്ടതാണ്. ഇന്ന് മിക്ക കുട്ടികളും രാവിലെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോകുന്ന ആളുകളുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ദ ബ്രെയിൻ ഓഫ് എ പേഴ്സൺ എന്നാണ് പറയുക. അതുപോലെ രാത്രി ഭക്ഷണം അത്
വളരെ കുറച്ച് മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. അത്താഴം അത്തിപ്പഴം പോലെ ആയിരിക്കണം എന്നാണ് പറയാറ്, അല്ലാതെ അത്തിമരം പോലെ ആകരുത് എന്നാണ്. അതുപോലെ രാത്രി ഭക്ഷണം വയറിന്റെ 1/3 ഭാഗം മാത്രമേ കഴിക്കാവൂ എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ മക്കൾക്ക് 3 പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് അവർക്ക് അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്നത്. ഒന്ന് ശാരീരികമായിട്ടുള്ള ആവശ്യം, അതുപോലെ രണ്ടാമത്തേത് ആത്മീയമായ ആവശ്യം, മൂന്നാമത്തേത് മാനസികമായിട്ടുള്ള ആവശ്യം. ശാരീരികമായ ആവശ്യം നമുക്കറിയാം, കുട്ടിക്ക് ആവശ്യമായ ഭക്ഷണം, വസ്ത്രം, ഇതൊക്കെയാണ് ശാരീരികമായിട്ടുള്ള ആവശ്യത്തിൽ പെടുന്നത്. ആത്മീയമായിട്ടുള്ള ആവശ്യം എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ആത്മീയമായ അറിവുകൾ ലഭിക്കുന്നതിനായിട്ട് ഇന്ന് ഒരുപാട് കേന്ദ്രങ്ങളുണ്ട്. പള്ളികളിൽ, മദ്രസകളിലൊക്കെ ഇന്ന് കൃത്യമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് അവർക്ക് അറിവ് കൊടുക്കുന്നുണ്ട്. ഇനി കുട്ടികൾക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ ഒരു കാര്യമാണ് മാനസികമായിട്ടുള്ള ആവശ്യം. മാനസികമായിട്ടുള്ള ആവശ്യം എന്ന് പറയുമ്പോൾ സ്നേഹം, പരിഗണന, ഇത്തരം കാര്യങ്ങൾ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടായാലും ആ കുട്ടി നല്ല വികാസമുള്ള, നല്ല പൗരബോധമുള്ള, നല്ല സാമൂഹ്യ ബോധമുള്ള ഒരു പൗരനായി മാറും എന്നുള്ളതാണ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോക്സിക് പാരന്റിങ് എന്ന് പറയുമ്പോൾ ഇപ്പോ നമ്മൾ എക്സാമ്പിളായിട്ട് പറയുന്നത് ഹിറ്റ്ലറിന്റെ കുട്ടിക്കാലത്തെ കുറിച്ചാണ്. അതിന് പറയുന്ന പേരാണ് മിലിറ്ററി പാരന്റിങ് എന്നുള്ളത്. മിലിറ്ററി പാരന്റിങ്, പട്ടാള ചിട്ടയിലുള്ള ആ ഒരു പാരന്റിങ് രീതികൾ. അതായത് ഹിറ്റ്ലറിന്റെ പിതാവ് ഹിറ്റ്ലറിനെ ഒരു മോശം രീതിയിലാണ് കണ്ടിരുന്നത്. തന്റെ മകനെ വലിയ മർദ്ദന മുറകൾ കൊണ്ട് പിതാവ് അവനെ പലപ്പോഴും ഉപദ്രവിച്ചിരുന്നു. മരത്തിൽ പോലും കെട്ടിയിട്ടുകൊണ്ട് അടിക്കുന്ന ഒരു സ്വഭാവം ആ അച്ഛനുണ്ടായിരുന്നു. തന്റെ ആഗ്രഹം പോലെ തന്നെ തന്റെ മകൻ വളരുന്നില്ല എന്നാണ് അദ്ദേഹം അതിനായിട്ട് കണ്ടെത്തിയ ഒരു കാരണം. നായ്ക്കളെ വിളിക്കും പോലെയാണ് മകനെ ആ ഹിറ്റ്ലറിന്റെ പിതാവ് വിളിച്ചിരുന്നത്. അധികാരത്തിൽ കയറിയ ഉടൻ തന്നെ ഹിറ്റ്ലർ ചെയ്തത് തന്റെ പിതാവിന്റെ ആ ഒരു അസ്ഥിമാടം അത് പിഴുതെറുകയായിരുന്നു. അത്രത്തോളമായിരുന്നു ആ പിതാവിനോട് ഹിറ്റ്ലറിന് ഉണ്ടായിരുന്ന ആ ഒരു ദേഷ്യം എന്നുള്ളത്. ഒരിക്കലും നമ്മൾ അവലംബിക്കാൻ പാടില്ലാത്ത ഒരു പാരന്റിങ് രീതിയാണ് ഈ ഒരു മിലിറ്ററി പാരന്റിങ് എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു പാരന്റിങ് രീതിയാണ് മക്കളെ എല്ലാറ്റിനും സഹായിക്കുന്ന മാതാപിതാക്കൾ. ഇതിന് നേരെ തിരിച്ചാണ്. മക്കളെ എല്ലാറ്റിനും സഹായിക്കും, യാതൊരു വിഷമവും കുട്ടികളെ അറിയിക്കാതെ എല്ലാത്ത കാര്യത്തിനും യെസ് മൂളിക്കൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് ചെയ്യുന്ന മാതാപിതാക്കളാണ് ഈ പറയുന്ന ഒരു പാരന്റിങ് സ്റ്റൈൽ എന്നുള്ളത്. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു പാരന്റ് രീതിയാണ്. മക്കളുടെ കാര്യങ്ങൾ അവർ അത്യാവശ്യം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടാണ് ജീവിക്കേണ്ടത്. എല്ലാം ഒരു സ്പൂൺ ഫീഡിങ് പോലെ കിട്ടിയാൽ ആ വ്യക്തി ഒരിക്കലും നല്ല ഒരു പൗരനായി മാറുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ മൂന്നാമത്തെ ഒരു പാരന്റിങ് രീതിയാണ് മക്കളെ ഒരു കാര്യത്തിലും സഹായിക്കാത്ത മാതാപിതാക്കൾ. വാകീറിയ ദൈവം അവന് ഭക്ഷണം കൊടുക്കുമെന്നുള്ള ചിന്താഗതിയോടുകൂടി ജീവിക്കുന്ന മാതാപിതാക്കളാണ് ഇത്തരം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. യാതൊരുവിധ സഹകരണം ഉണ്ടാവില്ല, കുട്ടികളെ പരിഗണിക്കുകയില്ല, അവർക്ക് അർഹമായ യാതൊരുവിധ അഭിനന്ദനമോ അംഗീകാരമോ ഒന്നും കൊടുക്കാത്ത മാതാപിതാക്കളാണ് ഇത്തരം വിഭാഗത്തിൽപ്പെട്ടത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളൊക്കെ അവലംബിക്കേണ്ട ഒരു പാരന്റിങ് രീതിയാണ് ജനാധിപത്യ രീതിയിലുള്ള പാരന്റിങ് രീതികൾ. മക്കളെ അംഗീകരിച്ചുകൊണ്ട്, അവർക്ക് കൃത്യമായിട്ടുള്ള അറിവുകൾ പകർന്നുകൊണ്ട്, മക്കളെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കഴിയുന്ന ഒരു പാരന്റിങ് രീതിയാണ് ജനാധിപത്യ രീതിയിലുള്ള പാരന്റിങ് രീതികൾ എന്നത്. അവർക്ക് മേൽ എന്നും ഈ മാതാപിതാക്കളുടെ ഒരു നിരീക്ഷണം ഉണ്ടാകും. തീർച്ചയായും എല്ലാവരും ഇത്തരത്തിലുള്ള ഈ ഒരു ശൈലി സ്വീകരിക്കണം. തീർച്ചയായും മക്കളുടെ ഏറ്റവും നല്ല വികാസത്തിനുള്ള ഒരു പാരന്റിങ് രീതിയാണ് ഇത്തരം പാരന്റിങ് രീതികൾ.
ഇനി മക്കളുടെ കാര്യത്തിൽ ഒരു കുട്ടിയുടെ ജീവിതത്തിലെ 3 പ്രധാനപ്പെട്ട കാലഘട്ടമാണ്. ആദ്യത്തെ 7 വയസ്സ് വരെയുള്ള കാലം നമ്മൾ മാതാപിതാക്കൾ കുട്ടികളുടെ കൂടെ കളിക്കണം എന്നാണ് പറയാറ്. അവരുടെ ഒരു കളിക്കൂട്ടുകാരനായിട്ട് നമ്മൾ മാറണം. 7 മുതൽ 14 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ കുട്ടികളെ മര്യാദ പഠിപ്പിക്കണം. നല്ല മര്യാദകൾ കുട്ടികളെ പഠിപ്പിക്കണം. അവസാനത്തെ 7 വർഷം കുട്ടികൾക്ക് ഒരു സുഹൃത്തായിട്ട് മാതാപിതാക്കള് മാറണം എന്നാണ് പറയുന്നത്. അതുപോലെ കുട്ടികൾക്ക് നല്ല പുസ്തകങ്ങൾ വായിക്കാൻ കൊടുക്കണം. 25 വയസ്സാകുന്നത് വരെ ഒരു 25ഓളം പുസ്തകങ്ങൾ വായിക്കാൻ കൊടുത്താൽ അവർ ആ പുസ്തകങ്ങളൊക്കെ കൃത്യമായിട്ട് വായിച്ചാൽ അത്ഭുതാവഹമായ മാറ്റങ്ങൾ ആ കുട്ടിയിൽ ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ കൂടുതൽ കാര്യങ്ങൾ ഒന്നും കടക്കുന്നില്ല. ഈ ഒരു പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് കൂട്ടായ്മയുടെ ഈ ഒരു ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേറിയാണ് ഈ ചുരുങ്ങിയ സമയം എന്റെ വാക്കുകൾ ശ്രമിച്ച എല്ലാവർക്കും നന്ദിയും സന്തോഷവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടു